ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഹാപ്പനിങ് ഇൻ എ ഡേ, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ സ്ട്രോബെറി പിക്കിങ്ങിന് വന്നേക്കുവാണ്. ഇവിടെ സ്ട്രോബെറീസ് മാത്രമല്ല, കുറേ അധികം ബെറീസ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. മിനിമം സ്പെൻഡ് 3 pound. Different fruits on other? Hey guys. Thank you. ഇതുവഴിയാണോ? സ്ട്രെയിറ്റ് ആണോ? ഏതാ ഇത്? റെഡ് കറണ്ട് ആണെന്ന് തോന്നുന്നു. നമ്മുടെ പഴയ വീട്ടിലുണ്ടായില്ലേ ബ്ലാക്ക് കളറ്, അതിന്റെ റെഡ്. കണ്ട, ഇത് ബ്ലാക്ക്. കൊള്ളാം. ഓ ഇത് പുളി. ഓ പുളി പുളി. ഞാൻ അങ്ങോട്ട് നോക്കും. അതിൻ്റെ ഉള്ളിലൊരെണ്ണം നിൽക്കുന്നുണ്ടോ? പക്ഷേ ഇതങ്ങനെ തൊട്ടാ വരുന്നതല്ല. ഇപ്പഴത്തോട്ട് വാ, അങ്ങോട്ട് പോവാ, അങ്ങോട്ട് വേണ്ട. ആമ്പു ഇത് കൊള്ളാം. ഇത് കഴിച്ചോക്ക്. തൊട്ടപ്പേക്ക് വന്നു, അത് നല്ലതായിരിക്കും. അപ്പം ഇത് നോക്കിയേ. പുളിയുണ്ട്, പക്ഷെ കൊള്ളാം. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അവരുടെ മതിലിൻ്റെ പുറത്തായിട്ട് ഒരു മൾബറി ചെടി ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴും അത് അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോഴും കണ്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഇത്തവണ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് എനിക്കത് നോക്കണം. ആ മൾബറിയിൽ അധികം അങ്ങനെ ഭയങ്കര കൊല കുത്തി കായ്ക്കുന്ന ഒരു ചെടിയൊന്നുമല്ല, പക്ഷേ അതിൽ കായ ഉണ്ടാവും. അത് കുഞ്ഞിതാണ്. എനിക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ബ്ലാക്ക്ബെറിയെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ് ആ മൾബറിക്കുള്ളത്. പഴുക്കുമ്പോൾ നല്ല അടിപൊളി മധുരമായിരിക്കും, പിന്നെ പച്ച കഴിക്കുമ്പോഴത്തേക്കും നല്ല പുളിയുമായിരിക്കും. അങ്ങനെ അപ്പം അതിൻ്റെ ഇങ്ങനെ ഈ ബ്രാഞ്ചസ് ഒക്കെ നമ്മുടെ വീട്ടിൻ്റെ ഈ സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക് വരും. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും കായ വരുമ്പോഴത്തേക്കും അത് പഴുക്കുന്നുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അത് ഫുൾ ഒരു ബ്ലാക്ക് ഒരു ആ കളറിലേക്ക് വരാനൊക്കെ വെയിറ്റ് ചെയ്യാതെ അതിങ്ങനെ പറിച്ച് കഴിക്കുന്നതും ആ ഒരു സൈഡിലാണ് ഞാൻ ഇങ്ങനെ പുറത്തിരുന്ന് പഠിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ആ മൾബറിയുടെയും പിന്നെ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് മതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ചെമ്പരത്തി ചെടിയില്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ വേലി പോലെ കെട്ടിയിട്ടാണ് ഉണ്ടാവുക. അപ്പം നല്ല ഷെയ്ഡുണ്ട്. പിന്നെ അവിടെ ഒരു മാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ തണലത്തിരുന്നിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ പഠിക്കുന്നതിനിടയിൽ ഇങ്ങനെ നോക്കും മൾബറീസൊക്കെ വന്നിട്ടുണ്ടോ, എത്ര എണ്ണം പഴുത്തിട്ടുണ്ട്, പറിക്കാറായത് വല്ലതും ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നതൊക്കെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓർത്തു ഞാൻ. കാരണം ആ ഒരു ചെടി, ആ ഒരു മൾബറി ചെടി എന്ന് പറയുന്നത് അത് ഇന്നും അവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത് ഇന്നും ഉണ്ടെങ്കിൽ അത് ആ ചെടി കുറേ മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഇപ്പം അവിടെ മാമൻ വീട് വെച്ചു, മതിലൊക്കെ വന്നു, ആ പണ്ടത്തെ മാവ് പോയി, അവിടെ നിന്ന് എല്ലാ ചെമ്പരത്തിയുടെ ചെടികളൊക്കെ പോയി, ഒട്ടുമിക്ക എല്ലാ ചെടികളും പോയി. ഫ്രണ്ടിൽ വീടൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, എല്ലാ ചെടികളും ഒക്കെ പോയി. പക്ഷേ ആ മൾബറി മാത്രം ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പം നല്ല രസമല്ലേ. അങ്ങനെ എടാ ഇതെന്താ? ഞാൻ നോക്കാം. ഇതെന്താ? ഒരെണ്ണം എടുത്ത് കഴിച്ചോക്ക്. എന്താ മധുരമാണോ? എനിക്ക് വേണ്ടെന്നൊക്കെ. എടാ അങ്ങനെ വിഷമായിട്ടുള്ളതൊന്നും ഇവിടെ നിർത്തില്ല അവരങ്ങനെ. എനിക്ക് പറഞ്ഞു തരുമോ? പഴുത്തില്ലത് പച്ച.
ആ ഇവിടെ നോക്കൂ, ആ പച്ച ഫുള്ള് കിടക്കുന്ന നോക്ക്. പച്ച അത് പറ്റില്ല. കൊള്ളത്തില്ല. ബാ ആ സൈഡിൽ കൂടെ പോ. നമ്മൾ പേ ചെയ്തില്ലായിരുന്നോ? പിന്നെ തൂക്കി നോക്കും അല്ലേ അവര്? ഇത് അതിനകത്ത് ഇടൂ, പിടിക്ക്. അതിനകത്തേക്ക് ഇടട്ടെ അമ്പു പ്ലീസ്. പ്രൊഫൈൽ പിക്ചർ ഇതൊരു ഭംഗിയല്ല. കൊള്ളാല്ലേ? പക്ഷെ ഇതിനകത്തൊന്നും ഒന്നുമില്ല. അത് അയ്യോ ഇത് നോക്ക് എന്തൊരു വലുതാന്ന്. പക്ഷെ അതിൻ്റെ കേട് വന്നു ഈ സൈഡ് കണ്ടോ? ഓ ഇത് കാരണം കാണാൻ വയ്യല്ല, എൻ്റെ കൈ ഇരിക്കുന്ന കാരണം. കേട് വന്നുപോയി. ഇത് ഇവിടെ ഒരു വലുത്. അയ്യോ നോക്ക്, നമുക്കെടുക്കാം. തേ അങ്ങെത്തി. അമ്പു ഇവിടുത്തെ സ്ട്രോബെറീനെക്കാട്ടിലും അപ്പുറത്തെ ഒരു സൈഡിൽ കുറച്ച് സ്ട്രോബെറീസ് ഉണ്ട്. അതിനാണ് എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അധികമൊന്നും എടുക്കുന്നില്ല. അപ്പുറത്ത് പോയിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. ഇതേ ഞാൻ പറഞ്ഞ നല്ല മധുരമുള്ള സ്ട്രോബെറി ഇത് ഇവിടെയാണ് കേട്ടോ, നമ്പർ 5. ഇവിടെ നിന്ന് നമുക്ക് പറിക്കാം. ആ സൈസ് ചെറുതാണ്, പക്ഷെ നല്ല മധുരമുണ്ട്. അയ്യോ ഇത് കേട്. ഇത് ഞാൻ ഇത് കഴിക്കാം. മിക്സ് ചെയ്ത് പറിക്കട്ടോ. എല്ലാം ഫുൾ പഴുത്തത് പറിച്ചാൽ എങ്ങനെ കഴിച്ചു നിൽക്കും? നടക്കാൻ വയ്യ എനിക്ക്, വയറ് നിറഞ്ഞു. ഇല്ല വയറ് നിറഞ്ഞ പ്രശ്നമാണ്. കൈ ഒട്ടുന്നു, കഴുകണം. നമ്മൾ ഗൂസ്ബെറിയും കൂടെ കുറച്ച് പറിക്കാം. എൻ്റെ കൈയുടെ കളർ നോക്ക്. പോവാം. നല്ല പുളിയാണോ? ഓ അത് ഭയങ്കര ഭയങ്കര ഗ്ലാമർ അതിന്. നോക്ക് കറക്റ്റ്. ടേസ്റ്റ് വ്യത്യാസം ഒന്നും കഴിച്ചു നോക്കിയാ. പീച്ചാണോ ചെറിയാണോ? ചെറിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ പിക്ക് ചെയ്ത ബാസ്ക്കറ്റ് കൊണ്ടുപോയി തൂക്കാൻ പോവുക. അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടായിരിക്കും എത്ര രൂപയായെന്ന് അവർ പറയാം. സോ അതിന് പോയിക്കൊണ്ടിരിക്കാം. എന്നിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. സോ ദേ അവരവിടെ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ചെമ്മരിയാട് ആ വേലിയുടെ അടുത്ത് വന്ന് ഇപ്പുണ്ട്. ഇതിന് വേലി എന്നല്ലേ പറയാ? നമുക്ക് അടുത്ത് പോയി നോക്കിയിട്ട് വരാം. അതെന്താ അതിൻ്റെ പുറത്ത് കണ്ടോ കളറ് കണ്ടോ? ഗ്രീൻ കളറ്. അത് അറിയാൻ വേണ്ടി വല്ല മാർക്കിംഗ് എന്തെങ്കിലും ചെയ്ത് വെച്ചേക്കും. പ്രഗ്നന്റ് എനിക്ക് തോന്നുന്നു കുത്തി വെച്ച് ഈ ഇത് കുത്തി വെക്കില്ലേ, അതിന്റെ മാർക്കിംഗ് ആണ്. വലുതിനൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ടല്ലേ? ഇത് രണ്ടിനും ഇതാവാൻ വേണ്ടി കുത്തി വെക്കില്ലേ? ആ ഇല്ലടോ, അതിനകത്തുണ്ട്. ആ ചെറുത് കണ്ടോ? അവരുടെ മുഖത്തുകത്തും ഉണ്ട് കണ്ടോ? നൈസ് നൈസ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇനി എങ്ങോട്ടാ? അതാണ് ചോദിക്കണത്. ഫുഡ് കഴിക്കാനാണോ? ഫുഡ് കഴിക്കാൻ പോവാം, എന്നിട്ട് ഫോട്ടോഷൂട്ട്. എവിടെ നിങ്ങൾ പറയാം, ഇനി ഞാൻ പറയൂല ഇത്തവണ. അല്ല, ഞാനാണ് ഈ സ്ട്രോബെറി സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പൊ എനിക്ക് ഫുഡ് അടുത്ത സ്ഥലം കണ്ടുപിടിക്കാൻ അടിയ. ഞാൻ ഒരു ദിവസം ഒരു കാര്യം പറയുള്ളൂ. ഇവനെവിടെ ഇറക്ക്? ഇതേതാ സ്ഥലം? ഞാൻ സ്ട്രോബെറി. ഇതേതാ സ്ഥലം? സെന്റ് ആൽബർട്ട്സ്. കേരള ഫുഡാണോ വേണ്ടത്? ഗൂഗിൾ ചെയ്ത് നോക്കാം. എനിക്ക് കേരള ഫുഡ് വേണമെന്നില്ല. ഏതിവിടെ പോയാലും കേരള കഴിച്ചു. എവിടെ? ഒറിജിനൽ റൊട്ടി ജംഗ്ഷൻ ഡെൻസ്റ്റബിൾ റോഡ് LU3 2HF. ഒറിജിനൽ റൊട്ടി ജംഗ്ഷൻ. പാകിസ്ഥാനി ഇന്ത്യൻ കുഷൻ. അതൊക്കെ കട്ട് ചെയ്തോട്ടാ. അതൊന്നും പോസ്റ്റ്കോഡൊന്നും കറക്റ്റ് അല്ലടാ. അല്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ട്. നമ്മുടെ സൈൻസ്ബറിന്ന് പുറത്തിറങ്ങി നമ്മൾ നിങ്ങളുടെ റോഡിൽ കയറില്ലേ, അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. വലിയ പ്ലാറ്ററിൽ നമുക്ക് എല്ലാം കൂടി ആയിട്ട് തരും. ടിഫിൻ മനസ്സിലായി. ഒരു കറുത്ത കളർ ബോർഡ് വെച്ചിട്ട് ടേക്ക് വേണ്ടി ഇപ്പുറത്ത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വലിയ ഇങ്ങനെ ഒരു താലിയില്. കാർവാനല്ല, ഇതൊരു ചെറിയ ഷോപ്പ്. പക്ഷെ നല്ല ടേസ്റ്റ് അവിടുത്തെ ഫുഡ്. അവിടെ നല്ല തിരക്കാ. എനിക്ക് മനസ്സിലായി. മറ്റേ സർവീസ് സെയിൻസ്ബറിന്റെയും ബ്ലഡിലിന്റെ ഇടയ്ക്കുള്ള വഴി നമ്മൾ പുറത്തിറങ്ങിയിട്ട് റൈറ്റ് എടുക്കുമ്പോ റൈറ്റ് സൈഡ്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇവിടെ ഒരു പാർക്കിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോ. കിണക്ക് അത് പേരക്കല്ല, പക്ഷെ കണ്ട ഒരു പേരക്ക പേരാണോ അല്ലേ? എന്തോ ഒരു കായ്. ഞാൻ കുറച്ച് ഫോട്ടോ റെഫറൻസ് ഒക്കെ ജസ്റ്റ് നമ്മളിങ്ങനെ പാസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ എന്തായാലും അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടാണ് വന്നത്. ഫ്ലൈറ്റ് പോന്നു. ഫ്ലൈറ്റ് എപ്പോൾ പോയാലും അത് കാണാനൊരു എന്തോ ഒരു ഭംഗി. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇവർ രണ്ടുപേരാണ് എനിക്ക് ഫോട്ടോ എടുത്തു തന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എനിക്ക് ആ ഫോട്ടോസൊക്കെ കിട്ടി. അങ്ങനെ ഫോട്ടോയും കൂടിയൊക്കെ എടുത്തപ്പം നമ്മൾ കുറച്ചും കൂടി ലേറ്റായി. അപ്പോൾ വിശപ്പും കൂടി. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. വയറ് നിറയെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ക്ഷീണമായി. പിന്നെ എങ്ങനെയെങ്കിലും വീടെത്തിക്കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയായി. പിന്നെ അവരെ ഞങ്ങൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. പിറ്റേന്നാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.